ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നും ഒരു കോട്ടൺ ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണോ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഒരുപാട് പീസസ് ഇല്ല, കുറച്ചേ ഉള്ളത്. ആദ്യം തന്നെ പറയാൻ കാണില്ലത്തിൻ്റെ. ഇപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഒരു പീസ് റെഡിയാക്കി ഇട്ടേക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മളിത് പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു ദുപ്പട്ട വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യണം. കാരണം ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് കളർ ബ്ലീഡ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടാണ് നമുക്ക്. അത്രയും എനിക്ക് ഷുവർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കോട്ടൺ ആണ്. ഇത് ഞാനിപ്പം വേറെ ഇതേക്കുന്ന വിത്ത് ലൈനിങ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. വിത്ത് ലൈനിങ് കിട്ടുന്നേ ഉള്ളൂ, ക്രേപ്പോണ്ടുള്ള ലൈനിങ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളി കളറാട്ടോ, ബ്ലൂ. അത് വേറെ ഒന്നും ചെയ്യാതെ നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ റൗണ്ട് നെക്കിലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബാത്തിക് പ്രിന്റ് ടാൻഡായിട്ട് ചെയ്ത് വന്നേക്കുന്ന ഒരു പ്രിന്റ് ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടോ, ഇത് താഴോട്ടും ആ ഒരു പ്യുവർ ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് അതിന്റെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആണ്. അപ്പോൾ പ്ലെയിൻ ബ്ലൂ വേണം എന്നുള്ളവർക്ക് അതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് ആണ് സെറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതുപോലെ അതിന്റെ ദുപ്പട്ട നോക്കി നല്ല രസം, ലൈൻസ് ഒക്കെ ആയിട്ട് നല്ല സ്ട്രൈപ്സ് ഒക്കെ വന്ന് ഇതുപോലെ എൻഡിലേക്ക് ആ സെയിം ബ്ലോക്ക് പ്രിന്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ദുപ്പട്ടയുടെ എൻഡിലോട്ട് കണ്ടോ ഇതുപോലെ ലൈൻസ് ഒക്കെ വന്ന് നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. അപ്പം ഇതുപോലെ സ്ലീവ് എല്ലാം പ്ലെയിൻ ആയിട്ട് ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്, സെൽഫ് ബോർഡർ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കളറിന്റെ ലുക്ക് ഇതാണ്. നമുക്ക് ഇതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിപ്പം ഇതുപോലെയൊക്കെ രണ്ട് സൈഡിലേക്കൊക്കെ ദുപ്പട്ടയിട്ട് വെയർ ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ അടുത്ത പ്രിന്റും ഒരു വ്യത്യാസവും ഇല്ല. ചെറിയ ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു ഡിസൈൻ വന്നിട്ട് റെഡ് ആണല്ലോ, ആ ചെറുത് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ദുപ്പട്ട റെഡ് വന്നേക്കുന്നത്. അപ്പൊ അടുത്തത് വന്നേക്കുന്നത് നല്ല കളേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോന്ന് റെഡിയാക്കി ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. ഇതിനകത്തോട്ട് വന്നേക്കുന്ന ആ ഒരു യെല്ലോ ആണ് കണ്ടോ, ഒരു മസ്റ്റർഡ് യെല്ലോ ആണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ദുപ്പട്ടയും മസ്റ്റർഡ് യെല്ലോ, ബോട്ടം യെല്ലോ തന്നെയായിരിക്കും. ഇതുപോലെ കണ്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം തന്നെ. താഴോട്ടൊക്കെ അത് വരുന്നത്. ദുപ്പട്ട മാത്രം ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത്. ദുപ്പട്ട ഇതുപോലെ. ഇപ്പൊ ഇത് ഇടുമ്പം ഇതിന്റെ കൂടെ ഒരു യെല്ലോ ദുപ്പട്ട പെയർ ചെയ്യണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ഡിസൈനിൽ ചെറിയ യെല്ലോ അകത്തെ മാത്രമേ പ്രിന്റ് വ്യത്യാസമുള്ളൂ കേട്ടോ, ബാക്കി എല്ലാം സെയിം ആണ് കണ്ടോ. അപ്പൊ ഇതിടുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും നമുക്ക് തോന്നൂല. ഇതിന്റെ അകത്തെ ആ ഒരു ഇത് യെല്ലോ വരും. അപ്പൊ ഞാൻ അതും കൂടെ വെച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതാണ് കണ്ടോ, സെയിം ഈ ഒരു യെല്ലോടെ നല്ല രസമാണ്. യെല്ലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇതുപോലെ അപ്പോൾ എല്ലാ ഡിസൈനും എല്ലാ പാറ്റേൺസും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോളറിനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ പ്രിന്റ് നമ്മൾ ഇതുപോലെ വരുന്നതുകൊണ്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതിന്റെ ഭംഗി. താഴേക്ക് എല്ലാം യെല്ലോയുടെ ബോർഡർ ഉണ്ട്. അപ്പൊ അടുത്തത് ഈ ഒരു കളറാണ്, നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാട്ടോ. നമ്മളെല്ലാം കാണുന്ന മെറൂണും യെല്ലോയും ബ്ലാക്കും ഒക്കെ അല്ലേ. ഇതുണ്ടോ, ഹായ്, നല്ല അടിപൊളി കളർ. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു, കണ്ടിരുന്നെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഇതാണ് കണ്ടോ വിത്ത്. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്തേക്കണ വിത്ത് ലൈനിങ് ആണ്. അപ്പോൾ വിത്ത് ലൈനിങ് വേണം എന്നുള്ളവർക്ക് സ്പെഷ്യലി പറഞ്ഞാൽ മതി. അതല്ല അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളി കളറാട്ടോ. ഈ ഒരു കളർ വന്നേക്കുന്നത് ഇത് കണ്ടോ ആണ്. സെക്കൻഡ് തേർഡ് വന്നേക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അപ്പം ഇതിന്റെ ബോട്ടം സ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല സ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസ്പാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.